നമസ്കാരം. ഒരു വൃത്തികെട്ട ജന്മത്തിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. സാധാരണ പെണ്ണ് വിഷയമാണ് ഞാൻ കൂടുതൽ പറയാറ് ഈ ചാനലിൽ. ഇതങ്ങനെയല്ല, ഒരു മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും കൂട്ടാൻ പറ്റാത്തൊരു വൃത്തികെട്ട മനുഷ്യൻ സൗദി അറേബ്യയിലെ റിയാദിലിരുന്ന് ചെയ്തൊരു പണി. ഈ കഴിഞ്ഞ ദിവസം അബുദാബിയിൽ 4 കുഞ്ഞുങ്ങൾ മരിക്കണ ഒരു അപകടം ഉണ്ടായി. 4 കുഞ്ഞുങ്ങൾ മരിച്ച്. അപ്പോൾ ഇവൻ റിയാദിലിരുന്ന് FBയിൽ പോസ്റ്റ് ചെയ്തേക്കാണ്. പന്നി പെറണ പോലെ പെറണ കുറേ കൂട്ടങ്ങൾ ചത്തുപോയാലെന്താ ഇനി ഉണ്ടാക്കാമല്ലോ. ഇവനൊക്കെ ഒരു മനുഷ്യനാണ്. ഇവനൊക്കെ തന്തേ തള്ള ഉണ്ടാക്കിയത് തന്നെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജന്തു കയറി ഉണ്ടാക്കിയതാണോ? എൻ്റെ സംശയം അതാ. ഇവൻ ഇന്ത്യൻ സംസ്കാരമൊക്കെ ഉൾക്കൊള്ളണ മുസ്ലിം വിരോധിയാണെങ്കിൽ ഇവൻ എന്തിനാ സൗദി അറേബ്യയിൽ പണിക്ക് പോകണേ? ഇവനിവിടെ വല്ല ചാണകന്മാർ ഒരു പശുവിനെയൊക്കെ വളർത്തി പുല്ലൊക്കെ തിന്ന് നടന്നാൽ പോരെ. ഇത്ര ജാതി വിരോധമുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. ഈ ക്രിസംഖികൾ ഭയങ്കര ഡേഞ്ചറാണ്. അവനേതായാലും പണി കിട്ടി. അവനെ ഈ പോസ്റ്റ് ആൾക്കാർ ഷെയർ ചെയ്ത് ഇവനെ കണ്ടുപിടിച്ച് റിയാദ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അവന് നല്ല ഊണ് കിട്ടിക്കോളും. അവിടെ നിന്ന് കയറ്റിയും വിടും. ചിലപ്പോൾ വെള്ളമടിച്ച് കോൺ തെറ്റിയൊക്കെ ചെയ്തു പോയതാവും. പക്ഷെ വെള്ളമടിച്ചാലൊരു പ്രത്യേകത ഉണ്ട്, ഉള്ളിലുള്ളതേ പുറത്ത് വരുള്ളൂ. പുതിയതൊന്നും കള്ള് സൃഷ്ടിക്കില്ല. ഇവനൊരു കാര്യം കേൾക്കണം. ഈ മുസ്ലിങ്ങളോട് ഇവർക്ക് എന്താ ഇത്ര വിരോധം? പന്നി പെറണ പോലെ പെറണുണ്ടെന്ന് കൂട്ടിക്കോ. അവർക്ക് തിന്നാൻ കൊടുക്കാൻ കഴിവുണ്ട്. നല്ലോണം നോക്കും. മക്കൾ തിരിച്ചങ്ങോട്ടും അതേപോലെ നോക്കും. അല്ലാതെ ഈ അമ്പലനടയെ കൊണ്ടുപോയി തള്ളു, അനാഥശാല കൊണ്ടുപോയി ഉന്തം ചെയ്യണ ആൾക്കാരൊന്നുമല്ല മുസ്ലിങ്ങൾ. ഈ മുസ്ലിങ്ങളുടെ വേറൊരു പ്രത്യേകത കൂടി പറഞ്ഞുതരാം. ചെക്കന്മാർ വലിയ പഠിപ്പിസ്റ്റുകളൊന്നും അല്ലെങ്കിലും അവർ കോഴിപ്പീടിയിലുണ്ടാവും, പണിക്ക് പോകും, മീൻ മുറിക്കണ പണി എടുക്കും, ഇറച്ചി പെരയിലുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ 10 ഉറുപ്പ്യ അവന്മാരുണ്ടാക്കും. കുളിച്ച് മാറ്റി എന്തെങ്കിലും പൈസ ഉമ്മാക്ക ബാപ്പാക്കൊക്കെ കൊടുത്ത് ബാക്കി പൈസ കൊണ്ട് ബ്രോസ്റ്റൊക്കെ തിന്ന് അടിച്ച് പൊളിക്കും. ഈ ഇവന്മാർ ചെയ്യുമോ? ഇത് വേറെയുള്ള ജാതിക്കാരുടെ കുറ്റം നോക്കിയിരിക്കും. ഇവൻ്റെ ജീവിതം നിലവാരം മെച്ചപ്പെടുത്താനാണ് അങ്ങോട്ട് പോയത്. എല്ലാ പണിയെടുത്ത് അവിടെ ജീവിച്ചാൽ പോരെ. അതിൽ പള്ളിയിലെ അച്ഛന്മാരെ അതിലേറെ നാറികൾ. മറ്റു സമുദായങ്ങളും ഇതേപോലെ കുട്ടികളെ പെറ്റുകൂട്ടാണ്. നിങ്ങൾ 2 കുട്ടികളാകുമ്പോൾ നിർത്തരുത്, 3ാമതൊരു കുട്ടി ഉണ്ടാക്കിയ സഭേൻ്റെ എന്തൊക്കെയോ കൊടുക്കാമെന്ന്. എന്തോരതമ്പതിച്ച് ഇവരൊക്കെ അധപ്പതിച്ച് പോയി. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കല്യാണം കഴിക്കാണ്ട് ഈ കട്ട് പരിപാടി എടുക്കണ അച്ഛന്മാരും കന്യാസ്ത്രീകളും കല്യാണം കഴിച്ചാൽ തന്നെ എത്ര കുട്ടികളുണ്ടാക്കാം. ഈ ഓരോ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ അവരെ അവന്മാർ കന്യാസ്ത്രീകൾ. ഇവരൊക്കെ കല്യാണം കഴിച്ചാൽ പോരെ. മിക്ക സഭകളിലും കല്യാണം ഉണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ. മക്കളുണ്ടാക്കി മറ്റവരോട് മത്സരിക്കാം. ഇതൊക്കെ കേട്ടല്ലേ ഇവനെ പോലത്തെ ആൾക്കാർ വളരണത്. എന്താണ്? പക്ഷെ വേറൊന്നുണ്ട്. ഈ ജാതി വിരോധം ഇപ്പോഴത്തെ കാലത്ത് കുറച്ച് മൂർച്ച കൂടിയേക്കാണ്. ഇതെവിടെ പോയി അവസാനിക്കുമെന്ന് എനിക്കറിയില്ല. ഏത് ജാതിയായിക്കോട്ടെ എന്തായിക്കോട്ടെ അവരായി അവരുടെ പാടായി അങ്ങനെ ജീവിച്ച് നോക്കിയ കുറച്ച് കാലം എന്താ ഇവിടെ സംഭവിക്കാൻ പോണത്? ഒന്നുമില്ല. ഇത് മുസ്ലിങ്ങളെന്തോ ഭയങ്കര അപകടകാരികളാണ്, അവർ ലോകം മുഴുവൻ പിടിച്ചെടുക്കാൻ പോവുക. ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഭീകരന്മാരില്ലാത്ത മതമില്ല, അതറിയോ? ക്രിസ്ത്യാനിറ്റിയിലില്ലേ, ഹിന്ദുവിലില്ലേ, സിഖുകാരിലില്ലേ, ജൈന മതം പിന്നെ എനിക്ക് വല്ലാണ്ട് പരിചയമില്ല. എല്ലാത്തിലുണ്ട് തീവ്രവാദികൾ. ബുദ്ധമതത്തിലുണ്ടാകുന്നല്ല, അത് പിന്നെ നമ്മുടെ ഇവിടെ വല്ലാണ്ടില്ല. ഇവിടെ ഉള്ള എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട്. അവർ അണികളെ കുത്തിവിടണം. ഇപ്പോൾ പുരോഹിതന്മാരും മതപണ്ഡിതന്മാരും ഒക്കെ ഇങ്ങനെ വർഗീയത പറഞ്ഞാലാണ് സമൂഹം അവരുടെ പിന്നാലെ പോയിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാവുന്നത്. ദയവ് ചെയ്ത് ഇപ്പം അവന് പറ്റിയ അബദ്ധം നോക്കിയേ, വല്ല കാര്യമില്ല. മനുഷ്യ മക്കൾ മരിച്ചിട്ട് അപകടത്തിൽ മരിച്ച അവർ കുരുന്ന ജീവിതങ്ങൾ, അവരൊക്കെ ഇനി എത്രയോ വലുതായി ജീവിക്കേണ്ട ആൾക്കാരാണ്. അവർ പോയി. ഒന്നും സഹതപിച്ചിട്ടില്ലെങ്കിലും മിണ്ടാണ്ടെന്നൂടെ. ഇവൻ്റെ വീട്ടിലുമില്ലേ പിള്ളേരൊക്കെ. ഇവനൊക്കെ ആരാ കയറി ഉണ്ടാക്കിയെന്ന് അവൻ്റെ അമ്മനെ പറഞ്ഞതിന് തുല്യമായി പോകും. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കല്ല. ഏതായാലും അവന് പണി കിട്ടിയിട്ടുണ്ട്. റിയാദിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താവും അപ്ഡേഷൻ കിട്ടിയാൽ ഞാൻ എല്ലാവരും അറിയിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം.